ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഇനിയും തടഞ്ഞാൽ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾക്ക് മുതിരുമെന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നിലപാടിനെക്കുറിച്ചാണ് ഒന്നാമതായി വേൾഡ് ഇൻ വേർഡ്സ് വിലയിരുത്തുന്നത്. ഒരുപാട് വൈകിയാണെങ്കിലും ഇവർക്കുണ്ടായ ബോധോദയം ഇസ്രായേലിൻ്റെ ചോരക്കൊതിക്ക് കഴിഞ്ഞാണിട്ടേക്കാമെന്നാണ് രാഷ്ട്രീയ ലോകം പ്രതീക്ഷിക്കുന്നത്. അവിടെയും അമേരിക്കയുടെ പിന്തുണ നെതന്യാഹുവിന് അക്രമിയായി തന്നെ തുടരാൻ അനുവദിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. രണ്ടാമതായി അഭയാർത്ഥികളെ കോടതി വിധിക്ക് വിരുദ്ധമായി കയറ്റി അയക്കുന്ന അമേരിക്കയെക്കുറിച്ചും അവസാനം ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വം ചൈന പിടിച്ചേക്കുമെന്ന സൂചനകളെക്കുറിച്ചും വേൾഡ് ഇൻ വേർഡ്സ് പറഞ്ഞു വെക്കുന്നു. ഗസയുടെ കാര്യത്തിൽ യൂറോപ്യൻ ശക്തികൾക്ക് നേരം വെളുത്തു തുടങ്ങിയെന്നാണ് പുതിയ വാർത്തകൾ നൽകുന്ന സൂചന. ഇസ്രായേൽ നടത്തുന്ന നരഹത്യക്കും സഹായം തടയലിനുമെതിരെ ശക്തമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഒക്കെ നടത്തിയത്. മൂന്ന് രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ ചേർന്ന് നടത്തിയ പ്രസ്താവനയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ആനുപാതികമല്ലെന്നതാണ് ശക്തമായി ഉന്നയിച്ച കാര്യം. വേണ്ടി വന്നാൽ ഒരു ഉപരോധത്തിനും തങ്ങൾ മടി കാണിക്കില്ല എന്നവർ പറഞ്ഞു. ഇവർക്കൊപ്പം സ്പെയിനും സ്വീഡനും അടക്കം ഏകദേശം 22 യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയെ ഒരു സെമിത്തേരിയാക്കുക എന്നല്ലാതെ വേറൊരു കാര്യവും ഇസ്രായേലിൻ്റെ നടപടികൾ ലക്ഷ്യമിടുന്നില്ലെന്നാണ് സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് പറഞ്ഞത്. വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾ ലോകമെമ്പാടും നിന്നും ഉയരുമ്പോഴും തങ്ങളുടെ ആക്രമണത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അതിനോടെല്ലാം പ്രതികരിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിച്ചിരുന്ന ഖത്തറാവട്ടെ ഇസ്രായേലിന്റെ നിരുത്തരവാദപരവും അക്രമാസക്തവുമായ നിലപാടുകൾ കാരണം വെടിനിർത്തൽ അസാധ്യമായിരിക്കുകയാണെന്ന നിലപാടിലാണ് ഉള്ളത്. ബ്രിട്ടന്റെ പാർലമെന്റിലാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇസ്രായേലിന്റെ നടപടികളിൽ തങ്ങൾക്കുള്ള നടുക്കം രേഖപ്പെടുത്തിയത്. ഈ മൂന്ന് രാജ്യങ്ങളുടെ നിലപാടുകളോട് പക്ഷേ മറ്റൊരു രീതിയിലാണ് ഫലസ്തീനികൾ പ്രതികരിച്ചത്. ഉദാഹരണത്തിന് ബ്രിട്ടനിലെ ഫലസ്തീൻ അംബാസിഡർ ഹുസാം സുലോത്ത് പറഞ്ഞത് ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നാണ്. ചില ചെറിയ നടപടികളൊക്കെ ബ്രിട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഇസ്രായേലിന് ഏശിയിട്ടില്ലെന്നും സമ്പൂർണമായ ആയുധ കയറ്റുമതി നിരോധനത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര കോടതിയിൽ നടക്കുന്ന ഇസ്രായേലിനെതിരായ കേസിലും ഈ രാഷ്ട്രങ്ങൾ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കണം. അപ്പോഴേ യുദ്ധക്കുറ്റവാളികളെ നിലക്ക് നിർത്താനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. F-35 കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ തടയാൻ കഴിയുമായിരുന്നിട്ടും അതിൻ്റെ ഭാഗങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ ബ്രിട്ടൻ തയ്യാറായില്ലെന്ന ആയുധ വ്യാപാരത്തിനെതിരായ സംഘടനയുടെ മീഡിയ കോർഡിനേറ്റർ എമിലി ആപ്പിളിൻ്റെ വാക്കുകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഗസയിലെ കുട്ടികൾക്ക് മേൽ ബോംബുകൾ വർഷിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്നതാണ് ഈ എയർക്രാഫ്റ്റുകൾ. അതേസമയം ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഒക്കെ ഫലസ്തീനിലെ ഹമാസിന് വൻതോതിലുള്ള പിന്തുണ നൽകുകയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. നിലവിൽ ഫലസ്തീനികൾക്കെതിരായ ആക്രമണവും ഇവർ നിർത്തിവെച്ചിട്ടില്ല. UN കണക്കുകൂട്ടൽ പ്രകാരം വരും മണിക്കൂറുകളിൽ 10,000-കണക്കിന് കുട്ടികൾ ഫലസ്തീനിൽ മരണത്തിന് കീഴടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ ബോംബ് വർഷിക്കുന്ന ഇസ്രായേലിനെതിരെ ഇപ്പോഴും വർത്തമാനങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നതാണ് സങ്കടം. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണിയെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ലെന്നാണ് വാർത്തകൾ നൽകുന്ന ചെറിയൊരാശ്വാസം. കഴിഞ്ഞ ദിവസം കുറഞ്ഞ തോതിൽ ഗസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ ഇസ്രായേൽ അനുവദിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചെറിയ തോതിലുള്ള സഹായം എത്തിക്കാൻ തങ്ങൾ സമ്മതിച്ചത് ഫലസ്തീനിൽ നിന്നുള്ള പട്ടിണി ചിത്രങ്ങൾ ഇനിയും പുറത്തു വന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കാനാവില്ലെന്ന സഖ്യകക്ഷികളുടെ വാക്കുകൾ കൊണ്ട് മാത്രമാണെന്നാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. അമേരിക്കൻ ഭരണകൂടം അതേസമയം ഗസയിലെ ആളുകൾ ഒഴിപ്പിച്ച് അവിടെ പണി തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. മറ്റു രാജ്യങ്ങളോട് എത്ര ഗസക്കാരെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ട് എന്ന ചോദ്യമാണ് അമേരിക്ക ചോദിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ഗസ വിട്ടു പോകുന്നവരെ സ്വീകരിക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുന്ന പക്ഷം അവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നത് വരെ അമേരിക്കൻ പദ്ധതിയിലുണ്ട്. അമേരിക്കയുടെ ഈ നിലപാടിനൊപ്പം ലോകരാഷ്ട്രങ്ങൾ നിൽക്കുകയാണ് വേണ്ടതെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം എന്നൊക്കെ പറയാമെങ്കിലും ഗസക്കാരെ ഫലസ്തീനിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നത് നിർബന്ധപൂർവ്വമുള്ള കുടിയേറ്റമായി കാണാനാവൂ എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള സെനറ്റർ ജെഫ് മാർക്കലി പറയുന്നത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കുടിയേറാൻ സഹായിക്കുന്ന നെതന്യാഹുവിന്റെ കുടില തന്ത്രങ്ങളെ അമേരിക്കൻ സർക്കാർ പിന്തുണയ്ക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടികൾ കുറച്ചു നേരത്തെ ആയിരുന്നുവെങ്കിൽ കുറേ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് നമുക്ക് വെറുതെ ആശ്വസിക്കാം. പക്ഷെ ഇപ്പോഴെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിച്ചു എന്നത് തന്നെ മഹാഭാഗ്യം. അപ്പോഴും ഇതിനോടൊക്കെ നെതന്യാഹു എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രധാനം തന്നെ. അമേരിക്ക ഇപ്പോഴും
ഇസ്രായേലിനെ സംരക്ഷിക്കുകയും എല്ലാ മരണത്തിനും ഉത്തരവാദികൾ ഹമാസ് ആണെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും അവശ്യ വസ്തുക്കൾ നിറച്ച ട്രക്കുകൾ നിരവധി ചെക്ക് പോയിന്റുകൾ കഴിഞ്ഞ് ഗസയിലെത്താൻ ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ എടുത്തേക്കും. വളരെ കുറഞ്ഞ ട്രക്കുകളെ അവർ കടത്തി വിടുന്നുള്ളൂ താനും. അവയിലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ പിന്നെയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് UN തന്നെ പറയുന്നത്. മരണത്തിനും പട്ടിണിക്കും ഗസയിൽ നിന്നും പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല എന്ന് സാരം. അഭയാർത്ഥികളെ ദക്ഷിണ സുഡാനിലേക്ക് കയറ്റിവിടുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് ഫെഡറൽ ജഡ്ജ് ബ്രെയിൻ മർഫിയുടെ മുന്നറിയിപ്പ്. തങ്ങളെ പറഞ്ഞയക്കുന്നത് ചോദ്യം ചെയ്യാൻ അവസരം കൊടുക്കാതെ മൂന്നാമത് രാജ്യത്തേക്ക് പറഞ്ഞുവിടരുത് എന്ന് ഇതേ ജഡ്ജി മുൻപൊരിക്കൽ അഭയാർത്ഥികളുടെ കാര്യത്തിൽ വിധി പ്രസ്താവിച്ചിരുന്നു. 12ഓളം ആളുകളെ വഹിച്ചുള്ള വിമാനം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പക്ഷേ ദക്ഷിണ സുഡാനിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പ്രധാനമായും മ്യാൻമറിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമുള്ള ആളുകളായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ജഡ്ജി ആവശ്യപ്പെട്ടില്ല എങ്കിലും അവർ അമേരിക്കയുടെ സംരക്ഷണയിൽ തന്നെ ആയിരിക്കണം അവിടെ കഴിയേണ്ടത് എന്ന വിധിയാണ് നൽകിയത്. ദക്ഷിണ സുഡാനെക്കുറിച്ച് വേൾഡ് ഇൻവേഴ്സ് നിരവധി തവണ വാർത്തകൾ ചെയ്തതാണ്. 2011 മുതൽ ഭീകരമായ തോതിൽ ആഭ്യന്തര കലാപം നടക്കുന്ന രാജ്യമാണ് സുഡാൻ. സുഡാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശമുള്ളതാണ്. കുറ്റകൃത്യങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും സായുധ സംഘർഷവും നടക്കുന്നത് കാരണം സുഡാനിലേക്ക് ആരും പോകരുത് എന്നാണ് അമേരിക്കൻ സർക്കാരിൻ്റെ യാത്രാ നിർദ്ദേശം. അവിടേക്കാണ് ഇപ്പോൾ അഭയാർത്ഥികളെ അമേരിക്ക കയറ്റി അയച്ചിരിക്കുന്നത്. മിക്കവാറും ആളുകളുടെ ബന്ധുക്കളെയോ അഭിഭാഷകരെയോ ഈ സംഗതി അറിയിച്ചിട്ടില്ല. പിന്നീട് അവരെ കാണാതാവുമ്പോഴാണ് അവരെ സുഡാനിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് കിട്ടുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ചൈന ഉപയോഗപ്പെടുത്താൻ തയ്യാറെടുക്കുന്നു. കൂടുതൽ ധനസഹായം നൽകുക വഴി WHO-യിൽ സുപ്രധാനമായ സ്ഥാനം നേടാനുള്ള ശ്രമത്തിലാണ് ചൈന ഇപ്പോൾ. 2020 തന്നെ WHO-ക്കുള്ള ധനസഹായം ട്രംപ് സർക്കാർ നിർത്തലാക്കിയിരുന്നുവെങ്കിലും പിന്നീട് ബൈഡൻ അത് പുനഃസ്ഥാപിച്ചിരുന്നു. കോവിഡിന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നതിൽ ചൈന പരാജയപ്പെട്ടുവെന്നും ചൈനയുടെ ഈ നിരുത്തരവാദത്തെ നേരിടാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല എന്നുമാണ് ട്രംപിന്റെ ആരോപണം. ചൈനയാവട്ടെ കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലാണ്. അമേരിക്ക പിന്മാറുന്നതോടെ ലോകാരോഗ്യ സംഘടനയിൽ ഒഴിവ് വരുന്ന സ്ഥാനങ്ങളിലേക്കെല്ലാം തങ്ങളുടെ ആളുകളെ എത്തിക്കാൻ ഇവർ ശ്രമിക്കാനിടയുണ്ട്. 2020 മുതൽ ചൈനയിൽ 90% സർവകലാശാലകളും അന്തർദേശീയ സംഘടനകളിലെ ജോലികൾ നേടാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഇതൊരിക്കലും വെറുതെയാവാൻ ഇടയില്ല. അമേരിക്കയോട് മത്സരിക്കാൻ ബീജിംഗ് തയ്യാറാവുന്നു എന്ന് തന്നെയാണ് ലോകത്തെ രാഷ്ട്രീയ ചലനങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി.